ആകാശവാണി കവരത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പവിഴമണ്ണിലെ സാഹിത്യം. ആകാശവാണി കവരത്തി. പവിഴമണ്ണിലെ സാഹിത്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന അതിഥി സിത്തുൻ നിസ പി.കെ, പുതിയ കുളപ്പ്, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ അണ്ടറിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ജോലി ചെയ്തു വരുന്നു. അക്ഷം എന്ന നോവലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ധാരാളം എഴുത്തുകളും വായനയുമുണ്ട്. നമുക്ക് സിത്തുൻ നിസയെ ഇന്ന് പരിചയപ്പെടാം. ആകാശവാണി കവരത്തിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അക്ഷം എന്ന നോവൽ, ഈ എഴുത്തിനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിവരിക്കാമോ? എഴുത്ത് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ വായനാശീലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ബാലരമ തൊട്ടാണ് നമ്മൾ ഏകദേശം എല്ലാവരും വായിക്കാൻ തുടങ്ങിയത്. നമ്മൾ ബാലരമ, ബാലഭൂമി ആ ഒരു പേജ് തൊട്ടാണ് വായിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് തൊട്ടേ എൻ്റെ ഒപ്പം ഇപ്പോഴും എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റുന്നൊരു കാര്യമാണ് വായന എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഈ ശീലം എന്ന് പറയുന്നത് ആ ഒരു വായന തുടങ്ങിയ ആ ഒരു കാലം തൊട്ടേ എഴുതണം എന്നുള്ള ഒരു മോഹം ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് നവോദയയിലാണ്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് നവോദയയിലാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ ആയിരിക്കുമ്പം എൻ്റെ മലയാളം ടീച്ചർ ഉഷ എന്ന് പറഞ്ഞിട്ട് മാമാണ് ഞങ്ങളോട് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കഥ എഴുതാൻ പറയുന്നത്. അപ്പോൾ മാം ഒരു സബ്ജക്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നു, ഴായുടെ ദുഃഖം. നമ്മുടെ മലയാളം അക്ഷരത്തിലെ ഴ എന്ന് പറയുന്ന അക്ഷരം, അതിൻ്റെ ദുഃഖം, അതിനെക്കുറിച്ച് നിങ്ങൾ പറയാം. മാം ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് ഇങ്ങനെ കുറച്ച് ഒരു വിവരണം പോലെ പറഞ്ഞു തന്നു. അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടെ വിപുലീകരിച്ച് നമ്മൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 2 പാരഗ്രാഫ് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അന്ന് ആ ഒരു എഴുത്താണ് എനർജി ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഒരു കഥ അല്ലെങ്കിൽ അതിൻ്റെ സംഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ മാം പിന്നെ വിപുലീകരിച്ചെടുത്ത ഒരു കഥ പോലെ ആക്കിയിട്ട് എൻ്റെ മുമ്പിലേക്ക് മാം വെച്ച് തരികയാണ്. അന്നാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എഴുതണം എന്നുള്ളൊരു മോഹം വരുന്നത്, ഫസ്റ്റ് ടൈം വരുന്നത്. എന്തായാലും നല്ലൊരു ചൈൽഡ്ഹുഡ് അനുഭവമാണ് പങ്കുവച്ചിരിക്കുന്നത്. അക്ഷം എന്ന നോവലിൻ്റെ ഭാഗമായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആകാശവാണിയിലെത്തിയിരിക്കുകയാണ്. അക്ഷം എന്ന നോവൽ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കാമോ? അക്ഷം എന്ന നോവലിലേക്ക് ഞാൻ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ 2020 ആണ് ആദ്യമായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ പ്രതിലിപി എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ച് അറിയുന്നത്. നമുക്കിപ്പം ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ എടുത്താലും നമുക്കൊരു ആഡ് വരും, പരസ്യം വരും. അപ്പോൾ അതിലൂടെ വന്നതാണ് ഈ പ്രതിലിപി. അപ്പോൾ വായിക്കാനുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അതിലേക്ക് വന്നു. അപ്പോൾ അതിൽ പലരും നല്ല നല്ല എഴുത്തുകാരുണ്ട്, നല്ല നല്ല വായനക്കാരും ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ പരിചയപ്പെടാൻ പറ്റി. ആ പരിചയപ്പെട്ടവരിൽ കുറേ പേര് നല്ല എഴുത്തുകാരാണ്. കവിത എഴുതുന്നവരുണ്ട്, കഥ എഴുതുന്നവരുണ്ട്, നോവൽ എഴുതുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി, അക്ഷരനക്ഷത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഇതിലേക്ക് ഞാൻ അക്ഷരനക്ഷത്രത്തിലേക്ക് വരുന്നത്, അക്ഷരനക്ഷത്രം തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ആക്റ്റീവായിട്ട് വരുന്നത്. ഇതിൽ വന്നു കഴിയുമ്പം നമ്മൾ ഈ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഒരു ഡിസ്കഷൻ വെക്കും. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ്, അതിപ്പം ഏതെങ്കിലും ഒരു മലയാളമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നോവലാവാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരനെ കുറിച്ചാവും. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു നോവൽ എങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഒരു കവിത നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ചാവാം. പലരും നമ്മളെക്കാളും എഴുത്തും വായനയും കൂടുതലായതുകൊണ്ടും പരിചയസമ്പത്തുള്ളതുകൊണ്ടും അവർക്ക് അതിലൊക്കെ കുറച്ചും കൂടി നോളജ് ഉണ്ട്, അറിവുണ്ട് അവർക്കൊക്കെ. അങ്ങനെ വരുമ്പം നമുക്ക് അതിൽ നിന്ന് ഒരുപാട് നമ്മൾ എഴുതുന്ന രീതി മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റുകുറ്റങ്ങൾ, നമ്മൾ ഒരു കഥ എഴുതാൻ പറയും, ടോപ്പിക് തന്നിട്ട് അതെഴുതി നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരതിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എങ്ങനെ അത് തിരുത്താം, എത്തരത്തിൽ അത് നന്നായി എഴുതി എടുക്കാം, ആ ഒരു കഥ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ എത്തിയെടുക്കാം എന്നൊക്കെ. അപ്പോൾ ആ ഒരു അക്ഷരനക്ഷത്രം എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഴുത്തിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഗ്രൂപ്പിൽ
ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ഇതിൻ്റെ അഡ്മിൻ വരുന്നത് പാർവതി എന്ന് പറഞ്ഞിട്ട് ആൾ കോഴിക്കോടുകാരിയാണ്. അപ്പോൾ നിജി എന്നാണ് ആളുടെ ശരിക്കുള്ള പേര്, നിജി പാറു എന്ന് വിളിക്കും. ആളാണ് ഇതിൻ്റെ അഡ്മിൻ. അപ്പോൾ ആളുടെ ഐഡിയ ആണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു നോവൽ എഴുതിയാലോ എന്നുള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ സാധാരണ ഒരു നോവൽ എന്ന് പറയുമ്പം ഒരാൾ എഴുതും. അതിൽ ഇപ്പോൾ ഇത് 15 പേരാണ് എഴുതിയിരിക്കുന്നത്. അക്ഷം എന്ന് പറയുന്ന നോവൽ 15 പേര് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോവല് എങ്ങനെ ഒരു നോവലാക്കി എടുക്കും, ഒരു സബ്ജക്റ്റ് എങ്ങനെ നോവലാക്കി എടുക്കും എന്നുള്ളത് ഭയങ്കര എന്താ പറയുക ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. കാരണം നമ്മൾ ഒരാൾ എഴുതുന്നത് കുഴപ്പമില്ല, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമുക്ക് അതേപടി പകർത്തി എഴുതി വെക്കാം. പക്ഷേ 15 പേര് എഴുതുമ്പം പലർക്കും പല സ്വഭാവങ്ങളാണ് എന്ന് പറയുന്ന പോലെ പലരുടെ എഴുത്തും വായനയും എല്ലാം വ്യത്യാസമാണ്. അങ്ങനെ ഒരു 1 year, 1 വർഷത്തോളം നമ്മൾ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ അക്ഷം എന്ന് പറയുന്ന ഒരു കൃതി. അക്ഷം എന്ന ഈ നോവൽ ഏത് വിഷയത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അക്ഷം എന്ന് പറയുന്നതിൽ നമ്മൾ കൂടുതലായും കുറച്ചും കൂടി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സൗഹൃദം, നമ്മൾ പറയും ഒരാണും പെണ്ണും ഒരിക്കലും സൗഹൃദത്തിലാവില്ല. ഐ മീൻ ഒരു പരിധി കഴിഞ്ഞാൽ അതിലാർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരാളോട് പ്രണയം തോന്നാം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു ടോക്കുണ്ട്. അത് ഇപ്പം സ്കൂൾ കാലം തൊട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. വി ക്യാൻ ബി ഫ്രണ്ട്സ്. ഒരു ആണും പെണ്ണും ശരിക്കും പറഞ്ഞാൽ ജീവിതകാലം മൊത്തം സൗഹൃദം ആയിരിക്കണം. അവരുടെ ഇടയിൽ നിന്നുള്ളതാണെങ്കിൽ അവർ സൗഹൃദം തന്നെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ഒരു ഇതിലെ നായിക എന്ന് പറയുന്നത് അഞ്ജിത, പേര് അഞ്ജിത. അഞ്ജിതയും പ്രസാദും തമ്മിലുള്ള സൗഹൃദം, അവരുടെ ആഴത്തിലുള്ള ആ ഒരു സൗഹൃദത്തിനെയാണ് കുറച്ചും കൂടി ഇതിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അക്ഷം എന്ന ഈ നോവൽ വായനക്കാരിൽ എന്ത് സ്വാധീനമുണ്ടാക്കണമെന്നാണ് നിങ്ങളുടെ ഈ 15 എഴുത്തുകാരും ആഗ്രഹിച്ചിരിക്കുന്നത്? ഞങ്ങൾ എന്ത് സ്വാധീനം എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും. ഈ ഒരു കൃതിയിൽ അക്ഷം എന്ന് പറയുന്ന ഈ ഒരു നോവലിൽ അഞ്ജിതയ്ക്കും അങ്ങനെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒരാൾ തരണം ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തി നമ്മൾ വായനക്കാരിലും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സൗഹൃദം അത് നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും നല്ലൊരു ബന്ധമാണ് തീർച്ചയായും. അപ്പോൾ ആ ബന്ധത്തിൽ ഉണ്ടാവുന്ന ആൺപെൺ സൗഹൃദത്തിലുണ്ടാവുന്ന സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടുകളെല്ലാം കൂടി അവിടെ നിന്ന് വരാൻ പോകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രതികരണവും എല്ലാം വായനക്കാരിലേക്ക് അതെങ്ങനെ നേരിടണം എന്നുള്ള ഒരു സന്ദേശം കൂടി അക്ഷം വെക്കുന്നുണ്ട്, തീർച്ചയായും കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ലാതെ നമ്മളിപ്പം അഞ്ജിത ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറയുന്നത് അഞ്ജിത സെപ്പറേറ്റഡ് ആണ്. ആളുടെ ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ആൾ വർക്ക് ചെയ്യുകയാണ് വേറെ സ്ഥലത്ത്. അഞ്ജിത എന്ന് പറയുന്ന ഒരു കുറച്ച് ധൈര്യം കുറഞ്ഞ ഒരു പെണ്ണിൽ നിന്ന് ആൾ എങ്ങനെയാണ് കുറച്ചും കൂടി പക്വത എത്തിയ ഒരു സ്ത്രീയിലേക്കുള്ള ഒരു മാറ്റം, അതും കൂടി നമ്മൾ പറയുന്നുണ്ട് അക്ഷത്തിൽ. ഇപ്പോൾ 15 പേര് ചേർന്നാണ് ഈ നോവൽ എഴുതിയത്. 15 പേരും 15 ദിക്കിലുള്ളവരാണ്, 15 കാഴ്ചപ്പാടുകളുള്ളവരാണ്, 15 രീതിയിലുള്ള എഴുത്തുകൾ അവരിലുള്ളവരാണ്. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശയം നേരത്തെ പറഞ്ഞ പോലെ നിജി ഇങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫായിട്ട് ഒരു കഥ എഴുതി. ആദ്യം 15 പേര് കൂടിയിട്ട് റഫായിട്ടൊരു കഥ എഴുതി ആദ്യം. അത് ചെറിയൊരു കഥ പോലെ ഒരു 4-5 പേജുള്ള ഒരു കഥ പോലെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് റഫായിട്ട് അതിൽ തന്നെ നമ്മൾ ഒരു 3-4 മാസം എടുത്തിട്ടാണ് ആ കഥ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് വഴക്കും ഒരുപാട് എന്താ പറയുക തെറ്റിദ്ധാരണകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ എന്തൊക്കെ സംഭവിക്കാം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇതിൽ പിന്നെ അക്ഷം വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് കുറച്ചും കൂടി ഒന്ന് എഫക്റ്റീവായിട്ട് എഴുതാൻ പറ്റും. ഇപ്പം ഒരു കഥ എന്തായാലും എഴുതിയല്ലോ, അപ്പോൾ നമുക്ക് ഒരു നോവൽ എഴുതാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ്, ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും വന്നു. അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നമ്മൾ ഇത്രയും പേരില്ലേ, ഒരുമിച്ച് നിന്നാൽ എന്തും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ വന്ന്, അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് അക്ഷം എന്നുള്ളൊരു നോവൽ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1 വർഷത്തോളം എടുത്തിട്ടാണ് ഈ അക്ഷം
പൂർത്തീകരിക്കുന്നത്. കാരണം ഞാനൊരാൾ മാത്രമേ ലക്ഷദ്വീപിൽ നിന്നുള്ളൂ. ബാക്കി എല്ലാവരും കേരളത്തിലുള്ളവരാണെങ്കിൽ പോലും പലരും പല ദിക്കുകളിലാണ്. കുറേ പേരൊക്കെ എബ്രോഡ് ഉണ്ട്. പിന്നെ കുറച്ച് പേര് വർക്കിംഗ് ആണ്. ഏകദേശം ഉള്ളവരൊക്കെ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്. സ്റ്റുഡൻസ് ഉണ്ട് അതിനകത്ത്, ആ ഗ്രൂപ്പിനകത്ത്. പിന്നെ അതിൽ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ 15 പേരും ശരിക്കും ഇപ്പം നോക്കുമ്പം നമ്മൾ ഫുൾ കേരള വിത്ത് ലക്ഷദ്വീപ്, കേരളത്തിലെ 14 ജില്ലകളിൽ വേണമെങ്കിൽ ഒരാൾ റെപ്രസെൻ്റ് ചെയ്ത് ലക്ഷദ്വീപിൽ നിന്ന് ഒരാളും കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഹോമാണ് കേരള. അങ്ങനെ വരുന്ന ഒരു ഇതുണ്ട്. അക്ഷം 15 പേരുടെ പാർട്ടാണല്ലോ എഴുതി തീർത്തിരിക്കുന്നത്. അതെ, 15 പേരും ഓരോ പാർട്ടായിട്ടാണ്. പക്ഷെ നമ്മളത് പ്രീ പ്ലാൻഡ് അല്ല. ആദ്യം ഒരാൾ തുടങ്ങി വെക്കുന്നു. ആദ്യത്തെ പാർട്ട് എഴുതിയ ആൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അതിനകത്ത് ഏത് കഥാപാത്രം വരണം, എങ്ങനെ വരണം, അതൊക്കെ ആ ഒരു എഴുത്തുകാരൻ്റെ മൈൻഡിലുള്ളതാണ്. വേറെ ഒരാളുടെയും സ്വാധീനത്തിലല്ല. അത് കഥാപാത്രത്തിന്റെ പേരും സന്ദർഭങ്ങളും മാറിപ്പോവില്ലേ? ഇല്ല, നമ്മളത് ഒരാൾ എഴുതുന്ന ആ ഒരു പാർട്ടിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ തിരിച്ച് എഴുതി വരുന്നത്. അടുത്ത ആൾ എഴുതി വരുന്നത് കണ്ടിന്യൂസ് പാർട്ടായിട്ടാണ്. അതേ കഥാപാത്രങ്ങളെയും ആദ്യത്തെ ഭാഗത്തുള്ള കഥാന്തുവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അടുത്ത ഭാഗം എഴുതിക്കൊണ്ട് പോകുന്നത്. അധ്യായങ്ങളായിട്ടാണോ? ഓരോ അധ്യായങ്ങളായിട്ടാണ് അക്ഷം വരുന്നത്. നമ്മൾ 15 അധ്യായങ്ങൾ പോലെ 15 പാർട്സ് എന്ന് പറയുന്ന പോലെ ഓരോരോ പാർട്ടായിട്ടാണ്. സിത്തു പറയുന്നത് കേട്ടിട്ടെ എനിക്ക് സിത്തു എഴുതിയ ആ ഒരു ഭാഗം ശ്രോതാക്കൾക്ക് വേണ്ടി കുറച്ച് ഭാഗം ഒന്ന് വായിച്ചു കൊടുത്താലോ? ഓ, തീർച്ചയായും വായിക്കാം. ഞാൻ എഴുതിയത് അഞ്ജിത ബോംബെയിലാണ് ജോലി ചെയ്യുന്നത് ഫാർമസിസ്റ്റായിട്ട്. അവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു 2 ദിവസത്തെ ഒരു യാത്ര. അതിൻ്റെ ഇടയിലുള്ള അഞ്ജിതയുടെ കാഴ്ചകളിൽ പെടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. അഞ്ജിത ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. AC 2 ടയർ ആയതുകൊണ്ട് യാത്രക്കാരുടെ അതിപ്രസരമില്ല. പ്രായമായ ഒരു അച്ഛനും അമ്മയും പിന്നെ 2 പെൺകുട്ടികളുമാണ് തൊട്ടടുത്ത്. തമിഴാണ് അവർ സംസാരിക്കുന്നത്. ആ അമ്മയുടെ നേരെ അഞ്ജിതയുടെ നോട്ടം പോയി. നല്ല കടും നീല നിറത്തിലുള്ള മടിസാർ, അതിനൊത്ത ഇളനീല നിറത്തിലുള്ള ബ്ലൗസും നല്ല വടിവൊത്ത രീതിയിൽ പല്ലുവും ഞൊറിഞ്ഞുടുത്ത നല്ല സുന്ദരിയായ ഒരമ്മ, കല്ലുവെച്ച ആകൃതിയിലുള്ള ചെറിയ മൂക്കുത്തിയും അതിൻ്റെ അറ്റത്തായി തൂങ്ങിക്കിടക്കുന്ന ചുവന്ന മഴത്തുള്ളി പോലുള്ള കല്ലും കെട്ടിവെച്ച മുടിയിൽ മുല്ലപ്പൂവും വേറെ ഏതോ ഒരു ചെറിയ പൂവും കോർത്തിണക്കിയ മാലയും ചുറ്റിയിരിക്കുന്നു. എന്നാലും 27 അടി നീളമുള്ള ഈ സാരി ഇവരെങ്ങനെ ദിവസവും ഉടുക്കുന്നു എന്ന ആലോചനയോടെ അഞ്ജിത താടിക്ക് കൈയൂന്നിയിരുന്നു. എന്തായാലും കുറച്ച് ഭാഗമാണെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതിന്റെ കണ്ടിന്യൂസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ മറ്റു ഭാഗങ്ങൾ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വായിക്കാൻ ബാക്കിയുണ്ടാവില്ല. ഓക്കെ, കേൾക്കുന്ന ശ്രോതാക്കൾ നോവൽ വാങ്ങിച്ച് വായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സിത്തു ഇപ്പോൾ പറഞ്ഞു ഒരു നോവലിൻ്റെ ഭാഗമാവുക, അതും 10 പേര് 15 പേര് 15 ദിക്കിൽ നിന്നുകൊണ്ട് എഴുതുക എന്നുള്ളത് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു എഴുത്തുകാരൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞു ചെറിയ ക്ലാസ്സിൽ നിന്ന് തൊട്ടേ 7ാം ക്ലാസ്സിൽ നിന്ന് തൊട്ടേ എഴുതി തുടങ്ങി എന്ന് പറയുമ്പോഴേക്കും ആ എഴുത്തിനോടുള്ള വാസന തിരിച്ചറിഞ്ഞു, അല്ലേ? പിന്നെ അങ്ങോട്ട് വായന ഒപ്പമുണ്ട്. വായിച്ചവരിൽ ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരെ കുറിച്ചൊന്ന് പങ്കുവെക്കാമോ? മാധവിക്കുട്ടി. വേറെ ഒരാളുടെ പേരും പറയാൻ ഇല്ല. ഞാൻ കമലാദാസ് എന്ന പേരിലാണ് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിരിക്കുന്നത്. എൻ്റെ കഥ, മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ. പിന്നെ നീർമാതളം പൂത്തകാലം, ബാല്യകാല സ്മരണകൾ തുടങ്ങി അങ്ങനെ ഒരുപിടി നല്ല നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ പിന്നെ വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട് പാത്തുമ്മയുടെ ആടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ. അതിൽ പിന്നെ വരുന്നത് കുറച്ച് MT വാസുദേവൻ നായർ ഉണ്ട്. 4 കെട്ട്, പിന്നെ 2ാം ഊഴം, ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഒരു മലയാളം സാഹിത്യത്തിലെ നല്ല കുറച്ച് കൃതികളാണ് ഇതൊക്കെ. ഒരു ചോദ്യം കൂടി. ഈ നോവൽ എഴുത്തിനിടയിൽ നിങ്ങൾ 15 പേര് ഒരു ടാസ്ക്കായിട്ട് ഒരു നോവൽ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ നോവൽ എഴുത്തിനിടയിൽ നിങ്ങൾ നേരിട്ട ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാമോ? തീർച്ചയായും ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് മുമ്പുള്ള ഭാഗം എഴുതിയ ആളുടെ തുടർച്ചയായി നമ്മൾ എങ്ങനെ അടുത്ത ഭാഗം എഴുതും, അതൊരു വെല്ലുവിളി തന്നെയാണ്. ഈ ഒരു വർഷക്കാലത്തോളം ഞങ്ങൾ ഒരുപാട് ഡിസ്കഷനുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്, പിണങ്ങിയിട്ടുണ്ട്. എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും എത്താതെ നിന്നിട്ടുമുണ്ട് അക്ഷം. പക്ഷേ
എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഒരു പുസ്തകമായിട്ട് ഈ ഒരു നോവല് വായനക്കാരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പുതുമയിൽ തുടങ്ങി അത്ഭുതത്തിൽ അവസാനിക്കുന്ന വായനാനുഭവം നൽകുന്ന കൃതിയാണ് അക്ഷം. 15ഓളം എഴുത്തുകാരാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. സിത്തു, വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരു പറ്റം ആൾക്കാർ ചേർന്ന് ഒരു നോവൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്വന്തമായിട്ടുള്ള ഒരു നോവൽ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ലക്ഷദ്വീപിലെ സാഹിത്യ മേഖലയിലേക്ക് ഒരു നോവലിസ്റ്റ് സ്വതന്ത്രമായിട്ട് ഒന്ന് എഴുതി പുതിയൊരു കൃതി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എഴുത്തിൻ്റെ മേഖലയിലേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.